ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിതേ മൂത്തുമ്മാടെ വീട്ടിൽ നിന്ന് തിരിച്ച് മാമാടക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ കാലത്ത് പോകാൻ വേണ്ടി നിന്നപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ അത് കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ പോയത്. അപ്പോൾ അതേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരത്തോടെ വരുന്നുള്ളതിലാണ് കൊണ്ടുപോകാണ്ടിരുന്നത്. പിന്നെ നോക്കുമ്പോൾ നേരം വൈകിയപ്പോൾ പിന്നെ കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ നോക്കുമ്പോൾ ഡ്രസ്സൊന്നും ഇല്ല. അപ്പോൾ ഇത്താടെ ഒരു മാക്സിയൊക്കെ എടുത്തിട്ട്, അപ്പോൾ ഇത്താടെ മാക്സിയാണ് കേട്ടോ പെട്ടിയിരിക്കണത്. എന്നിട്ട് പിന്നെ അവിടെ പോയിട്ട് ഡ്രസ്സ് മാറാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതേ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീച്ചുമോനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഡ്രസ്സും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇട്ട ഡ്രസ്സ് തന്നെ കൊണ്ടുപോയിട്ട് കഴുകിയിട്ട്, അപ്പോൾ ഉമ്മ കഴുകിയിട്ടിട്ട് പിന്നെ കാലത്ത് വരുമ്പോൾ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതേ ഞങ്ങൾ എന്തായാലും പോവാണ് കേട്ടോ. പിന്നെ ബാക്കിൽ ഉമ്മ ഇത്രയും വരിയുണ്ട് കേട്ടോ. അപ്പോൾ അവർ വീഡിയോയിലൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ബാക്കിൽ ഇങ്ങനെ പതുക്കെ സാവധാനം നടന്ന് വരെ. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂത്തുമാർക്ക് വന്നിരിക്കും. ഇനിയിപ്പോൾ ഒന്ന് മാമാർക്ക് പോകും. ഇന്ന് ദിക്കറിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേക്ക് പോവാം. കാലത്ത് പോകാമെന്നപ്പോൾ നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. അത് കാരണം കാലത്ത് പോകാൻ പറ്റിയില്ല. ഇപ്പോൾ പോകാൻ വിചാരിച്ചു. അങ്ങനെ എന്തായാലും ഇനി പോയിട്ടുള്ള വിശേഷം കാണാം. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് അതിന് ശേഷം ഞങ്ങൾ ബീച്ചിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ബീച്ചിൽ നിന്ന് വെച്ചാൽ അടുത്ത് തന്നെ കേട്ടോ, ദൂരമൊന്നുമില്ല, അത്രയും അടുത്താണ്. നമ്മളെ മാമാടെ അവിടെ നിന്നാലൊക്കെ കാണാം. മാമാടെ അവിടെ അല്ല, അവിടെ റോട്ടിലൊക്കെ നിന്നാൽ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു കടലൊക്കെ കൂടിയിട്ട് കുറേ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കുറേ ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും അടുത്ത് തന്നെ കേട്ടോ ഈ വീടുകളൊക്കെ നിൽക്കുന്നതും കടലിൻ്റെ അടുത്ത് തന്നെ. ഇനിയൊരു വെള്ളം ഒന്നുകൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ വീടുകളൊക്കെ പോവും. എൻ്റെ മൂത്തുമ്മാടെ വീടുണ്ട്, അതുപോലെ എൻ്റെ വല്യപ്പാടെ വീടുണ്ട് കടലിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നത്. പിന്നെ ഒരു മൂത്തുമ്മൊക്കെ അവിടുന്ന് പോയി, അവരോടൊക്കെ അവിടുന്ന് പോയിക്കോളാൻ പറഞ്ഞ് കടൽ കൂടിയ ടൈമിൽ. അപ്പം അങ്ങനെ അപ്പോൾ ഇതാണ് കടലിൻ്റെ ഭാഗം. ഇനിയിപ്പോൾ തിര വരണമൊക്കെ കണ്ടാലറിയാം, അത്രയും കടൽ കൂടുതൽ. ഇവിടെയൊക്കെ ഭിത്തി ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പോയി. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ നന്നായിട്ട് വെള്ളം എടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ മൂത്തുമ്മാടെ വീട്. ഈ കാണുന്ന പച്ച പെയിൻ്റ് അടിച്ച വീട്, പച്ച തന്നെയല്ല അത്, ആ പെയിൻ്റ് അടിച്ച വീട്. അപ്പോൾ കടലൊക്കെ കണ്ടതിന് ശേഷം അവളുടെ അമ്മായിയുടെ വീടുണ്ടായിരുന്നു കേട്ടോ അവിടെ അടുത്ത് തന്നെ. അപ്പോൾ അവിടേക്ക് പോവാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പോവുക. കാണാൻ കേട്ടോ അവളുടെ അമ്മായിയുടെ വീട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന്, അവിടെ അതിൻ്റെ മോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളായിട്ടൊക്കെ കുറച്ച് നേരം സംസാരിച്ച്. അപ്പോൾ ആളെ വന്നിട്ട് നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഞങ്ങൾ വേണ്ട പോന്നു, ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കാം കേട്ടോ. അപ്പം അങ്ങനെ വാ, ഇങ്ങോട്ട് വാ നിച്ചോ. വായോ. അപ്പോൾ
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ ദിക്കറിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.